എല്ലാ ആൾക്കാരും ഒരേ തരത്തിലുള്ള എക്സസൈസാണോ ചെയ്യേണ്ടത്? എല്ലാ ആൾക്കാരും കഴിക്കേണ്ടത് ഒരേ തരത്തിലുള്ള ഭക്ഷണമാണോ? അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് തീരുമാനിക്കപ്പെടുന്നത്? എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം നിങ്ങളുടെ ഭക്ഷണക്രമത്തെ തീരുമാനിക്കുന്നത്, ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ തീരുമാനിക്കുന്നത്? ഇത് തീരുമാനിക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ടെങ്കിലും ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിങ്ങളുടെ ശരീരത്തിലെ സ്കെലിറ്റൽ മസിൽസിൻ്റെയും നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെയും അളവിനെ ആശ്രയിച്ചിട്ടാണെങ്കിലോ? ഈ കോൺസെപ്റ്റിന് പറയുന്ന പേരാണ് മസിൽ ഫാറ്റ് ക്വാഡ്രൻറ്റ്. അതായത് 4 തരത്തിൽ അല്ലെങ്കിൽ 4 വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. ഈ 4 വിഭാഗത്തിൽ നിങ്ങൾ ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് കണ്ടെത്തുകയും ആ കണ്ടെത്തിയതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങളുടെ എക്സസൈസും മസിൽസും തീരുമാനിക്കുന്നതെങ്കിലോ? നമുക്ക് ഈ സയൻസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ശരീരത്തിലെ ആരോഗ്യ സംബന്ധമായ പല കാര്യങ്ങളെയും ശക്തമായി സ്വാധീനിക്കുന്ന നമ്മുടെ ശരീരത്തിലെ സ്കെൽറ്റൽ മസിൽസും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുമാണ്. ഉദാഹരണത്തിന്, ഇന്ന് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സ്, ഇപ്പോൾ പ്രീ ഡയബറ്റീസ്, ഡയബറ്റീസ്, അതുപോലെ ഫാറ്റി ലിവർ ഡിസീസ്, കൊളസ്ട്രോൾ റിലേറ്റഡ് ഇഷ്യൂസ്, ബ്ലഡ് പ്രഷർ റിലേറ്റഡ് ഇഷ്യൂസ്, അതിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോള് നിങ്ങളുടെ ശരീരത്തിലെ മസിൽസിനും ഫാറ്റിനും ഉണ്ട്. അതുപോലെ പലതരത്തിലുള്ള ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസിനും, ഇപ്പോൾ അൽസൈമേഴ്സ്, ഡിമെൻഷ്യ, പാർക്കിൻസൺസ്, ഈ രോഗങ്ങൾക്കും പേശികളുമായിട്ട് ബന്ധമുണ്ട്. എന്തിന്? നമ്മളുടെ ലൈഫ് സ്പാനിനെയും ഹെൽത്ത് സ്പാനിനെയും ഏറ്റവും സിഗ്നിഫിക്കൻ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ ഓർഗൻ മസിൽസും ഫാറ്റുമാണ്. ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ശരീരത്തിൽ എത്ര മസിൽസ് ഉണ്ട്, എത്ര ഫാറ്റ് ഉണ്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണല്ലോ. നമുക്കിതെങ്ങനെ കണ്ടെത്താൻ സാധിക്കും? ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള മെഡിക്കലി റെക്കമെൻഡ് ചെയ്യുന്ന ഒന്ന് ഡെക്സ സ്കാനാണ്. അതൊരു MRI സ്കാനാണ്, എക്സ്പെൻസീവാണ്, ഈസിലി ആക്സസിബിൾ അല്ല, എല്ലായിടത്തും അവൈലബിൾ ആകണമെന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ബയോ ഇലക്ട്രിക്കൽ ഇംപിഡൻസ് ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ടുള്ള അസസ്മെൻറ്റുകളാണ്. ഒരുപക്ഷെ വീട്ടിൽ ഉപയോഗിക്കാവുന്ന, ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാവുന്ന ഒരുപാട് ഡിവൈസസ് ഉണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആക്യുറസി കുറച്ച് കുറവാണ്. മേ ബി 70-80% മാത്രമേ ഉണ്ടാവും. ഓൾമോസ്റ്റ് ഒരു 98-99% ആക്യുറസി ഉള്ള ഇത്തരത്തിലുള്ള ബയോ ഇലക്ട്രിക്കൽ ഇംപെഡൻസ് മീറ്റേഴ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് കുറച്ച് എക്സ്പെൻസീവാണ്. ഒരുപക്ഷെ ഹോസ്പിറ്റൽസിലോ ന്യൂട്രീഷൻ സെൻറ്റേഴ്സിലോ ഫിറ്റ്നസ് സെൻറ്റേഴ്സിലോ ഇന്ന് ഇത് വളരെ പോപ്പുലറായിട്ട് വരുന്നുണ്ട്. മേ ബി സംവെയർ അറൗണ്ട് ഒരു 500 രൂപയോ 1000 രൂപയോ 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഇതിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ എത്ര മസിൽസ് ഉണ്ട്, വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ എത്ര സ്കെലിറ്റൽ മസിൽസ് ഉണ്ട്, അതായത് അസ്ഥികളോട് ചേർന്നിരിക്കുന്ന മസിൽസിൻ്റെ അളവ് എത്ര, അതോടൊപ്പം നിങ്ങളുടെ ശരീരത്തിൽ എത്ര കൊഴുപ്പുണ്ട്, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഈ കൊഴുപ്പിൽ സ്കിന്നിനോട് ചേർന്നിരിക്കുന്ന കൊഴുപ്പെത്ര, ആന്തരിക അവയവങ്ങൾക്ക് ഉള്ള കൊഴുപ്പെത്ര, ഇൻട്രാ അബ്ഡമിനൽ അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് എത്ര, ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന മസിൽ ഫാറ്റ് ക്വാഡ്രൻറ്റ്, അതിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു, ക്വാഡ്രൻറ്റ് 1-ലാണോ 2-ലാണോ 3-ലാണോ 4-ലാണോ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഹാർമണിയുടെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള, വളരെ മൗലികമായിട്ട് പറയാവുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് പീപ്പിളാണ് ഈ മസിൽ ഫാറ്റ് ക്വാഡ്രൻറ്റ്. ഇതിനകത്ത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വാല്യൂസ്, സ്ത്രീകൾക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വാല്യൂസ്, സ്കെൽറ്റൽ മസിൽ ഷുഡ് ബി ബിറ്റ്വീൻ 40-45%. പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ ഷുഡ് ബി ബിറ്റ്വീൻ 45-50%. അതുപോലെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ സംബന്ധിച്ചാണെങ്കിൽ സ്ത്രീകളുടെ ഹെൽത്തി ആയിട്ടുള്ള റേഞ്ച് 15-20%, 15 മുതൽ 20%. പുരുഷന്മാരെ സംബന്ധിച്ച് 10 മുതൽ 15%. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ക്വാഡ്രൻ്റ് ഇതാണ്. അതുകൊണ്ട് ഞങ്ങളിതിനെ വിളിക്കുന്നത് ക്രൗഡഡ് ക്വാഡ്രൻ്റ് എന്നാണ്. ലോ സ്കെൽറ്റൽ മസിൽസ്, ഹൈ ബോഡി ഫാറ്റ്, അതായത് ശരീരത്തിൽ പേശികളുടെ അളവ് കുറവും കൊഴുപ്പിൻ്റെ അളവ് കൂടുതലും. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി? ഒന്ന്, കഴിക്കുന്ന ഭക്ഷണം ഒരു സ്റ്റാൻഡേർഡ് കേരള ഡയറ്റ് ആയിരിക്കും. അതായത് കൂടുതൽ ഗ്രെയിൻസ് അടങ്ങുന്ന, അന്നജം അടങ്ങുന്ന ഭക്ഷണക്രമം, പേരിന് മാത്രം കുറച്ച് വെജിറ്റബിൾസും ലീവ്സും, പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോസസ് ഫുഡുകളും പാക്ഡ് ഫുഡുകളും അടങ്ങുന്ന ഒരു കൺവെൻഷണൽ ഡയറ്റാണ് ഈ ക്വാഡ്രൻ്റിലുള്ള ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. എക്സസൈസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും കൂടുതൽ ആൾക്കാരും ഈ ക്വാഡ്രൻ്റിലുള്ള ആൾക്കാർ ചെയ്യുന്നു. പലരും ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും, എക്സസൈസ് ചിലപ്പോൾ ചെയ്യുന്നേ ഉണ്ടാവില്ല. ഇനി അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതലും ചെയ്യുന്നത് വാക്കിങ്ങോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എയറോബിക് ആക്ടിവിറ്റി മാത്രമായിരിക്കും ചെയ്യാറ്. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പലതരത്തിലുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സും അതുപോലെ കാർഡിയോവാസ്കുലർ ഡിസീസസും വരാനായിട്ടുള്ള സാധ്യത കൂടുതലും ഈ ക്വാഡ്രൻ്റിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഈ ക്വാഡ്രൻ്റിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ
എന്തായിരിക്കണം ഇതിൻ്റെ പരിഹാര മാർഗം? കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജത്തിൻ്റെ അളവ് ഒരു ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റിലോട്ടും അതേസമയം കഴിക്കുന്ന ഭക്ഷണത്തിലെ ഫൈബറിൻ്റെ അളവ് കൂട്ടാവുന്ന രീതിയിൽ കൂടുതൽ വെജിറ്റബിൾസും ലീവ്സും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ഡയറ്റ് ആയിരിക്കണം, കുറച്ച് ഹെൽത്തി ഫാറ്റും ഇൻക്ലൂഡഡ് ആയിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഈ ഒരു സയൻസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു ഭക്ഷണക്രമത്തിലൂടെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. മേ ബി അതിൻ്റെ ഡീറ്റെയിൽസ് ഒരുപക്ഷേ നമ്മൾ ഈ ചെയ്ത പ്ലാറ്റ്ഫോമുകളിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊന്ന് എക്സസൈസിനെ സംബന്ധിച്ചാണ്. ഒന്ന്, നിങ്ങളുടെ എക്സസൈസിൻ്റെ സമയത്തിൽ ഒരു 50-50 റൂള് ഫോളോ ചെയ്യണം. അതായത് 50% സമയം തീർച്ചയായിട്ടും മാറ്റി വെക്കേണ്ടത് റെസിസ്റ്റൻസ് ട്രെയിനിങ്ങുകളാണ്, സ്ട്രെങ്ത് ട്രെയിനിങ്ങുകൾക്കാണ്. പേശികളെ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെയ്റ്റ്സ് ലിഫ്റ്റ് ചെയ്യുന്ന ശാസ്ത്രീയമായ വ്യായാമത്തിന് വേണ്ടി 50% സമയമെങ്കിലും മാറ്റി വെക്കണം. ഒരു പക്ഷേ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കേണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ജിമ്മിൽ പോകണമെങ്കിൽ അങ്ങനെ, വീട്ടിൽ നിന്നാണെങ്കിൽ അങ്ങനെ. ബട്ട് യു നീഡ് ടു ലിഫ്റ്റ് വെയ്റ്റ്. പേശികൾ ബിൽഡ് ചെയ്യണം. കാരണം പേശികൾ ബിൽഡ് ചെയ്താലേ നിങ്ങളുടെ മെറ്റബോളിസം ബിൽഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും 50% സമയം നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ ഓക്സിഡൈസ് ചെയ്യാവുന്ന, കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു ഫാറ്റ് ബേണിംഗ് എക്സസൈസും ചെയ്യണം. അത് ഒരു മീഡിയം ഇൻറ്റൻസിറ്റി കാർഡിയോ വർക്കൗട്ടുകളാണ്. നമ്മളതിനെ വിളിക്കുന്നത് സോൺ 2 എക്സസൈസ് എന്നാണ്. അപ്പോൾ അതായത് ആഴ്ചയിൽ ഒരു 7 ദിവസത്തിൽ ഒരു 5-6 ദിവസം എക്സസൈസ് ചെയ്യുന്നെങ്കിൽ ഒരു 2 to 3 ഡേയ്സ് ഡെഫിനറ്റ്ലി മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും 2 to 3 ഡേയ്സ് സോൺ 2 എക്സസൈസുകൾക്ക് മാറ്റിവെക്കുന്ന ഒരു വ്യായാമക്രമം ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ക്വാഡ്രന്റിലോട്ട് മാറാൻ സാധിക്കും. ലോ മസിൽസ്, ലോ ഫാറ്റ്, ഇതാണ് ക്വാഡ്രന്റ് 1. കണ്ടാൽ തന്നെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. കണ്ടാൽ വളരെ സാധുക്കളാണെന്ന് തോന്നും. ഇതെന്താ ഒന്നും കഴിക്കാറില്ലേ, ഇതെന്താ വിരയുടെ അസുഖമുണ്ടോ, എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തുകൂടെ, ഇത്തരത്തിലുള്ള സ്ഥിരമായ കമൻറ്റുകൾ കേൾക്കുന്നൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഒരുപക്ഷെ അവരുടെ ജെനറ്റിക്സ് ആയിരിക്കാൻ കാരണം. ചെറുപ്പം മുതലേ തന്നെ അവരുടെ ഒരു ഡയറ്റും ന്യൂട്രീഷനും ആപ്പിറ്റൈറ്റും വളരെ കുറവായിരിക്കും. അതിൽ കാര്യമായിട്ടുള്ളൊരു ഇടപെടൽ ഇതുവരെ നടത്തിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്കുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ആവാം. മേ ബി ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമോ അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസോ തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ആവാം. മേ ബി തൈറോയ്ഡ് റിലേറ്റഡ് ഇഷ്യൂസ് ആവാം. അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള മെഡിക്കൽ ഇഷ്യൂസ് കൊണ്ട് ഇങ്ങനെ വരാം. എന്തായാലും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ ഒരു ഏറ്റവും വലിയൊരു ഒരു ഹെൽത്ത് ഇഷ്യൂ എന്ന് ചോദിച്ചാൽ അവരുടെ മെറ്റബോളിസവും വളരെ മോശമായിരിക്കും. അതായത് അവർക്ക് കാഴ്ചയിൽ മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നതെങ്കിലും പലപ്പോഴും ഡയബറ്റീസും കൊളസ്ട്രോളും ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് മാത്രമല്ല അവരുടെ ഫിസിക്കൽ ഹെൽത്തും മോശമായിരിക്കും. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഫോൾ ഇഞ്ചുറീസ് ഉണ്ടാവുക, ഫ്രാക്ചേഴ്സ് ഉണ്ടാവുക, വീഴ്ച മൂലം കിടപ്പിലാവുക തുടങ്ങിയിട്ടുള്ള പല പ്രോബ്ലംസ് ഉണ്ടാകുന്നതും ഈ കാറ്റഗറി ആൾക്കാർക്കാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം ഇൻ്റർവെൻഷൻ? ഒരുപക്ഷെ ഭക്ഷണത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അടങ്ങുന്ന കുറച്ചൊരു ഹൈ കാലറി ഡയറ്റാണ്. ഞാൻ ഉദ്ദേശിച്ചത് നല്ല ധാന്യങ്ങളും നല്ല പഴങ്ങളും ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കഴിക്കാൻ യോഗ്യതയുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ കൂടുതൽ ഫൈബർ, കൂടുതൽ പ്രോട്ടീൻ, എസ്പെഷ്യലി പ്രോട്ടീൻ്റെ ഫോക്കസ് വളരെ നന്നായിട്ടിരിക്കണം. ഇത് പതുക്കെ മാത്രം ബിൽഡ് ചെയ്തെടുക്കാവുന്ന ഒരു ഡയറ്ററി ചേഞ്ചസ് അവരിൽ കൊണ്ടുവരണം. ഇനി എക്സസൈസിൻ്റെ കാര്യത്തിലാണെങ്കിൽ മേ ബി അവർക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്നത് ഒരു 80-20 അപ്രോച്ചാണ്. അതായത് അവർ കാർഡിയോ വർക്കൗട്ടുകൾ അധികം ചെയ്യേണ്ട കാര്യമില്ല. എക്സസൈസിൽ 80% സമയം ചെലവഴിക്കേണ്ടത് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റൻസ് ട്രെയിനിങ്ങുകൾ പഠിച്ചെടുത്ത് ശരീരത്തിൽ നല്ല പേശികൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആഴ്ചയിൽ 1-2 ദിവസം മാത്രം കാർഡിയോ വർക്കൗട്ടിൻ്റെ ആവശ്യമേ ഉണ്ടാവും. സോ അത്തരത്തിലുള്ള ഒരു ഡയറ്ററി, അത്തരത്തിലുള്ള ഒരു എക്സസൈസ് പാറ്റേൺ ഒരു ഷിഫ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് മാത്രമല്ല അവരുടെ മെറ്റബോൾ ഡിസോർഡേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ മാത്രമല്ല ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അവരിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം അവരുടെ ഇമോഷണൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ് ആണ്. കാരണം അവരുടെ അപ്പിയറൻസും അവരുടെ ബോഡി ഇമേജിലും ഉണ്ടാകുന്ന സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വ്യത്യാസമാണ്. ക്വാഡ്രന്റ് 1 വരുന്ന ആൾക്കാരുടെ കണക്കെടുക്കുന്ന സമയത്ത് ഒരു പിഴവ് വരാൻ സാധ്യതയുണ്ട്. ബാക്കി 3 ക്വാഡ്രന്റിലും തീരുമാനമെടുത്തത് മസിൽസിൻ്റെയും ഫാറ്റിൻ്റെയും പെർസെൻറ്റേജ് നോക്കിയിട്ടാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ ശരീരഭാരം 40 കിലോഗ്രാമാണെന്ന് വെക്കുക. നിങ്ങളുടെ ശരീരം നോക്കിയപ്പോൾ 15 കിലോഗ്രാം സ്കെൽട്ടൺ മസിൽസേ ഉള്ളൂ. പക്ഷേ ശതമാനക്കണക്ക് നോക്കിയാൽ ഏകദേശം 37% മസിൽസ് ഉണ്ട്. അപ്പോൾ ശതമാനത്തിൽ ഓക്കെയാണ്. പക്ഷേ നിങ്ങളുടെ അബ്സല്യൂട്ട് മസിൽ വാല്യൂ നോക്കിയാൽ വെറും 15 കിലോയേ ഉള്ളൂ. ഇറ്റ് ഈസ് പുവർ മെറ്റബോളിക് മസിൽ. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വാർട്ടറിൽ വരുന്ന ആൾക്കാർ ശതമാനക്കണക്ക് മാത്രമല്ല നോക്കേണ്ടത്, നിങ്ങളുടെ ശരീരത്തിൽ എത്ര കിലോഗ്രാം മസിൽസ് ഉണ്ട്, എത്ര കിലോഗ്രാം ഫാറ്റ് ഉണ്ട് എന്നും കൂടെ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്.
അപ്പോൾ അതായത് 15 കിലോഗ്രാം മാത്രമാണ് നിങ്ങളുടെ മസിൽ മാസ് എങ്കിൽ അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം ലക്ഷ്യം. മേ ബി ഒരു 25 to 30 kg വർദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ശരിക്കും നല്ല ഹെൽത്തി കോട്ടണിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശതമാനക്കണക്ക് പ്രകാരം നിങ്ങളിപ്പോഴും 37% ആണ്, പക്ഷേ നിങ്ങളിപ്പോഴും നിൽക്കുന്നത് ഫസ്റ്റ് ക്വാർട്ടറിലാണ്. അടുത്ത ക്വാഡ്രൻറ്റ് നമ്മുടെ സമൂഹത്തിലെ വളരെ കുറച്ച് ശതമാനം ആൾക്കാർ മാത്രം കാണുന്നൊരു ക്വാഡ്രൻറ്റാണ്. അത് ഹൈ മസിൽ ഹൈ ഫാറ്റ് ക്വാഡ്രൻറ്റാണ്. കുറച്ച് വൈരുദ്ധ്യം തോന്നി, കാരണം അവരുടെ ശരീരത്തിൽ ഒരു 45-50% മുകളിൽ മസിൽ ഉണ്ടാവുകയും എന്നാൽ അതേസമയം അവരുടെ ശരീരത്തിൽ ഉയർന്ന അളവിൽ കൊഴുപ്പും ഉണ്ടാവും. മേ ബി 20-25% കൊഴുപ്പും ഉണ്ടാവും. നല്ലൊരു ശതമാനം ആൾക്കാരും അവർ എക്സസൈസിൽ വർഷങ്ങളായിട്ട് നല്ല ഫോക്കസ്ഡ് ആയിരിക്കും. മേ ബി ചെറുപ്പകാലം മുതലും ഇപ്പോഴും അവർ നിരന്തരമായിട്ട് ജിമ്മിൽ പോകുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നല്ല ഫോക്കസ്ഡ് ആയിട്ടുള്ള മസിൽ സ്ട്രെങ്തിനെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എനിക്കറിയാം ഇത്തരത്തിലുള്ള പല ആൾക്കാരും നല്ല ഉയർന്ന വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ട് സ്ക്വാട്ടും ഡെഡ് ലിഫ്റ്റും ചെസ്റ്റ് പ്രസ്സും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ പല ആൾക്കാർക്കും ഇവരിലൊക്കെ തന്നെ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും കാണാറുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ശരീരത്തിൽ കാണുന്ന ഈ ഉയർന്ന അളവിലുള്ള വിസറൽ ഫാറ്റാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, വിസറൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഡ്രൈവ് ചെയ്യുന്ന ഒന്നാണ്. പലപ്പോഴും അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം, അതുമൂലം ഉണ്ടാകുന്ന ചിലപ്പോൾ ജീവിതശൈലി രോഗങ്ങളും ഉണ്ടാവാം. എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല ആൾക്കാരും ഒരുപക്ഷെ അവർ വളരെ ഹൈലി പെർഫോമിംഗ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ലീപ്പ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാം, സ്ലീപ്പ് ആപ്നിയ ഉണ്ടാവാം, കാരണം ബോഡി ഫാറ്റ് കൂടുതലാണ്. നിങ്ങൾ ഒരുപക്ഷെ ഈ ക്വാഡ്രന്റിൽ പെടുന്ന ആളാണെങ്കിൽ എന്ത് മാറ്റമാണ് ചെയ്യേണ്ടത്? ഡയറ്റിൻ്റെ കാര്യമെടുത്താൽ മിക്ക ആൾക്കാരും ഒരു പരിധിവരെ നിങ്ങളുടെ കാലറി ഇൻടേക്ക് എന്താണെന്ന് ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഒരു 300 to 500 കാലറി ഡെഫിസിറ്റ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്, വിത്തൗട്ട് കോംപ്രമൈസിങ് പ്രോട്ടീൻ്റെ ഇൻടേക്ക് കോംപ്രമൈസിങ് ചെയ്യാതെ തന്നെ. ഇനി എക്സസൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇതുവരെ ബിൽഡ് ചെയ്തെടുത്ത മസിൽസിനെ നമുക്ക് കളയാനും പാടില്ല. അപ്പോൾ ഒരു റെക്കമെൻഡേഷൻ ഒരുപക്ഷെ കൂടുതൽ സമയവും നിങ്ങൾ മസിൽ ബിൽഡിങ്ങിന് കൊടുക്കുന്നതിന് പകരം തീർച്ചയായിട്ടും ശരീരത്തിലെ ഫാറ്റ് ബേണിങ്ങിന് ആവശ്യമായിട്ടുള്ള നമ്മൾ നേരത്തെ സംസാരിച്ച മീഡിയം ഇൻറ്റൻസിറ്റി കാർഡിയോ വർക്കൗട്ടുകൾ, സോൺ ടു എക്സസൈസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ദിവസത്തെ സ്റ്റെപ്പ് കൗണ്ട് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 7,000 to 10,000 വരുന്ന സ്റ്റെപ്പ് കൗണ്ട് ഉണ്ടോ എന്ന് നോക്കുക. അതോടൊപ്പം തന്നെ എക്സസൈസിൽ കുറച്ച് മൊബിലിറ്റിക്കും ഫ്ലെക്സിബിലിറ്റിക്കും ബാലൻസിനും കൂടെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള എക്സസൈസും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എക്സസൈസ് കുറച്ചുകൂടെ ബാലൻസ്ഡ് ആവും. ഒരു ഭാഗത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത മസിൽസിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഫാറ്റ് ബേണിങ്ങിനെയും ഫ്ലെക്സിബിലിറ്റിയെയും മൊബിലിറ്റിയെയും കൂടി പ്രാധാന്യം കൊടുത്തിട്ടുള്ള റീഡിസൈനിങ് എക്സസൈസിൽ ആവശ്യമാണ്. അടുത്തതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ക്വാഡ്രന്റ് നമ്പർ 2. ഈ ക്വാഡ്രൻ്റെ പ്രത്യേകത ഗുഡ് മസിൽസ് ആൻഡ് ലോ ബോഡി ഫാറ്റ്. ഈ ക്വാഡ്രൻറ്റിനെ ഞങ്ങൾ വിളിക്കുന്നത് ഹെൽത്തി ക്വാഡ്രൻ്റ് ആണെന്നെങ്കിലും ഇതൊരു ഏൺഡ് ക്വാഡ്രൻ്റാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വാഭാവികമായിട്ട് ഈ ക്വാഡ്രൻറ്റിൽ വന്ന് വീഴില്ല. ഈ ക്വാഡ്രൻറ്റിൽ എത്തണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു പരിശ്രമം ആവശ്യമാണ്, ഒരു പ്ലാൻ ആവശ്യമാണ്. അവർ ചെയ്ത ഡയറ്റ് നോക്കിക്കഴിഞ്ഞാൽ ചില സ്പെസിഫിക്സ് ഉണ്ടാവും. അവർ കഴിക്കുന്ന അന്നജത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, അതായത് തവിടോട് കൂട്ടിയുള്ള ധാന്യങ്ങളും അതുപോലെ കൂടുതൽ വെജിറ്റബിൾസും കൂടുതൽ ലീവ്സും പെർമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ഇൻടേക്ക്, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ്, അതുപോലെ നല്ല കൊഴുപ്പുകൾ, അതുപോലെ കാലറിയൊക്കെ തന്നെ അത്യാവശ്യം ബാലൻസ്ഡ് ആയിരിക്കും. എക്സസൈസിൻ്റെ കാര്യം നോക്കിയാലോ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള, അതായത് അവർക്ക് ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും കാർഡിയോ റിലേറ്റഡ് എക്സസൈസ് ഉണ്ടാവും. അവരുടെ റെസിസ്റ്റൻസ് ട്രെയിനിങ് നോക്കിക്കഴിഞ്ഞാൽ പ്രോഗ്രസീവായിട്ടുള്ള ലോഡിങ് അടങ്ങിയിട്ടുള്ള റെസിസ്റ്റൻസ് ട്രെയിനിങ്ങുകളുണ്ടാവും. അവരുടെ ബോഡി കോമ്പോസിഷനിൽ മിക്ക ആൾക്കാരും 2-3 മാസം കൂടുമ്പോൾ അവർ റെഗുലറായിട്ട് ട്രാക്ക് ചെയ്യാറുണ്ടാവും. തുടങ്ങിയിട്ടുള്ള ഒരുപക്ഷെ നമ്മളേവരും ചെന്നെത്താൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ക്വാഡ്രൻ്റാണ് ക്വാഡ്രൻറ്റ് 2. ക്വാഡ്രൻറ്റ് 2നെ ആൾക്കാരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്പെസിഫിക്കായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറ്ററി പാറ്റേൺസും അതുപോലെ തന്നെ അവരുടെ എക്സസൈസ് റുട്ടീൻസും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതോടൊപ്പം തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മേ ബി നല്ലൊരു എൻഡുറൻസ് ആക്ടിവിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു സ്പോർട്ട് ഈവൻ്റ് ആയിരിക്കാം. തുടങ്ങിയിട്ടുള്ള വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഫിസിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള പല ഗെയിംസിലും സ്പോർട്സിലും എൻഗേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗോളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു ക്വാഡ്രനിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വളരെ ആവശ്യമായിരിക്കും. ഇപ്പം നമ്മൾ സംസാരിച്ച ഹാർമണിയുടെ മസിൽ ഫാറ്റ് ക്വാഡ്രൻറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കോൺസെപ്റ്റാണ്.
എസ്പെഷ്യലി ഈ ആശയം അതിൻ്റെ സയൻസ് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടൂളാണ്. ഞങ്ങളിവിടെ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പല ക്ലയൻസിനെയും ഇത്തരം ഒരു അസസ്മെൻറ്റിന് ശേഷം ഈ അസസ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ഡിസൈൻ ചെയ്തത്. പക്ഷേ കുറച്ചും കൂടി കാര്യങ്ങൾ പേഴ്സണലൈസ്ഡ് ആവാനും കുറച്ചുകൂടി കാര്യങ്ങൾ പ്രിസൈസ് ആവാനും വേണ്ടി ഞങ്ങൾ ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 അപ്രോച്ചസ് ഉണ്ട്. അതിലൊന്ന്, നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ മസിൽ ഫാറ്റ് പെർസെൻറ്റേജിലും സ്കെൽട്ടൺ മസിൽ പെർസെൻറ്റേജും ഫോളോ ചെയ്യുന്ന ഹെൽത്തി ആയിട്ടുള്ള പാറ്റേൺസ്. 2, പെർസെൻറ്റേജ് മാത്രമല്ല, നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ അബ്സല്യൂട്ട് വാല്യൂ, പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും ഒരു അബ്സല്യൂട്ട് വാല്യൂവിനും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ കൊടുക്കേണ്ട മറ്റൊരു പ്രാധാന്യമുള്ള കാര്യം മസിൽസും ഫാറ്റും തമ്മിലുള്ള റേഷ്യോ ആണ്, അതിൻ്റെ അനുപാതമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ 2.5:1, അതായത് 2.5 കിലോഗ്രാം സ്കെൽട്ടൺ മസിൽസിന് 1 കിലോഗ്രാം ഫാറ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള റേഞ്ചാണ്. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ 2:1, 2 കിലോഗ്രാം സ്കെൽട്ടൺ മസിൽസിന് 1 കിലോഗ്രാം ബോഡി ഫാറ്റ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 3 പ്രധാനപ്പെട്ട ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ട് അവരേത് ക്വാഡ്രനിൽ പെടുന്ന ഒരാളാണെന്ന് തീരുമാനിച്ച് അതോടൊപ്പം തന്നെ അവരുടെ ഏജ്, അവരുടെ ജെൻഡർ, അവരുടെ ഇപ്പോഴത്തെ മെറ്റബോളിക് ഹെൽത്ത്, അവരുടെ ഹെൽത്ത് ഗോൾസ്, അതോടൊപ്പം തന്നെ അവരുടെ നിലവിലത്തെ അവരുടെ വർക്ക് ലൈഫ് പാറ്റേൺസിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു ലോങ് ടേം പ്ലാനോട് കൂടിയിട്ടുള്ളൊരു ഡയറ്ററി ആൻഡ് എക്സസൈസ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നത് വളരെ രസകരമായിരിക്കും.